ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റീമാസ് കിച്ചൺ. നമ്മുടെ അപ്പം ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. ചിലർക്കൊക്കെ ഇഷ്ടമില്ലായിരിക്കാം മഷ്റൂം, പക്ഷേ മഷ്റൂം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ മഷ്റൂം ഉപയോഗിച്ചുള്ളൊരു ക്വിക്കായിട്ടുള്ളൊരു സിമ്പിൾ സൂപ്പ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മഷ്റൂം സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് അയക്കണം തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ഓൾസോ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ക്രീമി മഷ്റൂം സൂപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ. ഞാനിവിടെ എടുത്തേക്കുന്നത് ബട്ടർ മഷ്റൂമാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബട്ടർ മഷ്റൂം ഒരു 200 ഗ്രാം. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഓണിയൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 50 ഗ്രാമോളം ബട്ടർ ആഡ് ചെയ്യണം. ബട്ടറിലാണ് നമ്മൾ ഓണിയനും മഷ്റൂമൊക്കെ വഴറ്റുന്നത്. പിന്നെ ഓൾറെഡി മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ജസ്റ്റ് വേകാനായിട്ട് ഞാനൊരു 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിടെ ഹെൽത്തി മഷ്റൂം ക്രീമി സൂപ്പിനെ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ സൂപ്പ് ഉണ്ടാക്കാനുള്ള പാൻ നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒണിയനൊന്ന് ജസ്റ്റ് ഇതൊന്ന് പച്ചപ്പൊന്ന് മാറി ഒരു പിങ്ക് ഷെയ്ഡായാൽ മതി. നന്നായിട്ട് മൂക്കണം എന്നില്ല, സൂപ്പിനാണല്ലോ. അപ്പം എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ സൂപ്പ്. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു പിങ്ക് കളറായാൽ മതി. നന്നായിട്ട് മൂക്കേണ്ടതാണ്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ബട്ടറല്ല, നമുക്കിവിടെ ബട്ടറിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഇച്ചിരി ഹെൽത്തി ആയിരിക്കും ഒലിവ് ഓയിൽ. ബട്ടർ ആകുമ്പോൾ ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ പ്രിഫർ ചെയ്തത്. ഇതൊന്ന് പിങ്ക് കളറാണെന്ന് വരുന്നത് വഴറ്റിയിട്ട്. ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി മൂത്ത് പോകുമ്പോൾ ടേസ്റ്റ് മാറും. നമുക്ക് ആ സമയത്തേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി മഷ്റൂം വഴറ്റുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് നല്ല ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. ആ വെള്ളം തന്നെ മതിയാവും മഷ്റൂം ഒന്ന് നന്നായിട്ട് വേകാൻ. ആ വെള്ളത്തിൽ കിടന്ന് മഷ്റൂം വേണം. അതിന് ശേഷമാണ് നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മഷ്റൂം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും മഷ്റൂം പല രീതിയിൽ ഉണ്ടാക്കാം. സൂപ്പായിട്ട് എടുക്കുമ്പോൾ അത് നല്ല ഹെൽത്തിയാണ്. കൊച്ചുകുട്ടികൾക്ക് തൊട്ട് പ്രായമായവർക്ക് വരെ നല്ല പോഷക ഗുണം നൽകുന്നൊരു സാധനമാണല്ലോ മഷ്റൂം. അപ്പം നിങ്ങൾക്ക് രാത്രിയിൽ ഹെവി ഫുഡ് കഴിക്കാതെ നല്ലൊരു സൂപ്പും 2 പീസ് ബ്രെഡും ഒക്കെ കഴിച്ചിട്ട് കിടന്ന് നമുക്ക് ഉറങ്ങാനും നല്ല സുഖമാണ്. ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയതുമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് സവോളയും മഷ്റൂമും ഒക്കെ നന്നായിട്ട് വെന്ത് ഈ വെള്ളം ഫുൾ പറ്റണം. നന്നായിട്ട് ഈ വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയും മൈദയും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത്
ഇതൊന്ന് നന്നായിട്ടൊന്ന് പറ്റട്ടെ. അപ്പം നമ്മുടെ മഷ്റൂമിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നല്ല ഒരുമാതിരി എല്ലാം പറ്റി ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമും ഒണിയനും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് എരിവിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ഇടാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഡ്രൈ ഹെർബ്സ് ഉണ്ട്, തൈമി, പാഴ്സ്ലി, അതെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. തൈമി, പാഴ്സ്ലി, ഇപ്പോൾ തൈമിയുടെ ഇലയൊക്കെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിങ് അണിയൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒന്നുമില്ലെങ്കിലും ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ പെപ്പർ പൗഡർ മൈദ ആഡ് ചെയ്ത് കൊടുത്തു. മഷ്റൂം ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം, ഇത് ഞാൻ 1 കപ്പ് വെള്ളം അളന്ന് ഒരു കുപ്പി ഗ്ലാസ്സിൽ എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു 1/2 കപ്പേ ഉള്ളെങ്കിൽ ഇത് 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിലെടുത്താണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേന് നമ്മുടെ ഇതിനകത്ത് ഇനി കിടന്ന് മൈദയും പെപ്പറും ഒക്കെ നന്നായിട്ട് മൂക്കും. നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേകട്ടെ. നല്ലതായിട്ടൊന്ന് തിള വന്നതൊന്ന് കുറുകുമ്പോഴത്തേന് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ മൈദയും പിന്നെ നമ്മുടെ പെപ്പർ പൗഡറും ഒക്കെ വേകട്ടെ. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഞാൻ ഒഴിച്ച വെള്ളത്തിൽ മഷ്റൂമും മൈദയും പെപ്പർ പൗഡറും എല്ലാം നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു ക്രീമി ഫോം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാലിൽ കിടന്ന് നല്ലതായിട്ട് കുക്കായി അതൊന്ന് പകുതി ഒരു ചെറുതായിട്ടൊന്ന് കുറുകണം. നമുക്ക് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ ഒഴിച്ച് നോക്കുക. 1/2 ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാതെ നോക്കണം. അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൂടട്ടെ. പക്ഷേ ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകിയിട്ട് കുക്കാകുമ്പോഴത്തേന് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. മഷ്റൂം സൂപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ മീഡിയത്തിലായിരുന്നു. ഞാൻ അതിനകത്ത് ലോയിലോട്ട് മാറ്റി. ഇനി നമ്മൾ ഇതൊരു സൂപ്പിന് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ ഫ്രഷ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിന് വെച്ച് വ്യത്യാസം വരും. നമ്മൾ ഏതാണ് ആഡ് ചെയ്യുന്നത്. നാച്ചുറൽ ടേസ്റ്റായിട്ട് നമുക്കിവിടെ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കുക കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് നല്ല മഷ്റൂം സൂപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. മഷ്റൂമിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. കൂൺ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഹെൽത്തി ആയിട്ടാണ്, കുട്ടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ സൂപ്പ് ഇതുവരെ ഫുള്ളി ഫിനിഷ് ആയിട്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ആറിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് നല്ല പ്യൂരെ ആയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ക്രീം ഓഫ് മഷ്റൂമിൻ്റെ ആ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ തീ ആറിയതിന് ശേഷം ചൂടൊക്കെ പോയി തീ ഓഫ് ചെയ്തു. ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല പ്യൂരെ പോലെ എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ സൂപ്പ് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഞാനതൊരു മിക്സിയിലോട്ട് മാറ്റി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കാം. ഓക്കെ, മഷ്റൂം സൂപ്പ് ഇപ്പോൾ ഒറിജിനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ മിക്സി നല്ല ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നല്ല കൊഴുത്ത സൂപ്പാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയായിരുന്നു, നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് ചെറിയ പീസസ് ഇങ്ങനെ അടിഞ്ഞ് കിടക്കുമല്ലോ, അത് നല്ലതാണ്. കാരണം നമ്മൾ ഇത്രയും കൊഴുത്ത സൂപ്പ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഷ്റൂമിൻ്റെ പീസസ് കഴിക്കാനൊക്കെ കിട്ടുമ്പോൾ രസമല്ലേ. അപ്പം അതിനായിട്ട് കുറച്ച് പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ഇങ്ങനെ കടിക്കുമ്പം ഒരു പ്രത്യേക എഫക്റ്റ് അല്ലേ നല്ല സൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ഫുള്ളും അങ്ങ് അരിഞ്ഞ് പോവുകയില്ല. അപ്പം നമുക്കിനി ഇത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചിട്ട് ഞാൻ ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ സൂപ്പ് ആറിയതിന് ശേഷമാണല്ലോ നമ്മൾ മിക്സിയിൽ അരച്ചത്. അപ്പോൾ എപ്പോഴും നമ്മൾ സൂപ്പ് സെർവ് ചെയ്യുമ്പോൾ ഒരു ചൂടോടെ സെർവ് ചെയ്യുക, ചൂടോടെ കുടിക്കുന്നതാണ് സൂപ്പിൻ്റെ ടേസ്റ്റ്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ്. നിങ്ങൾ നോക്കിയാലറിയാം നല്ല കറക്റ്റ് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ്, ചെറിയ പീസസ് ഇതുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഡിന്നറിന് സൂപ്പും ഒരു 2 പീസ് ബ്രെഡോ ബണ്ണോ ഒക്കെ കൂടി കഴിച്ചിട്ട് കിടന്ന സുഖമായി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാലും ചെറിയ പീസസ് ഉണ്ട്, അതുപോലെ നല്ല കൊഴുത്ത സൂപ്പാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തി സൂപ്പാണ്. അപ്പോൾ നമ്മളിനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ഫുഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി മഷ്റൂം മേടിക്കുമ്പോൾ റീമാസ് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കിയ മഷ്റൂം സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നു. അപ്പം നിങ്ങൾ ഈ സൂപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ അയക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് റീമാസ് കിച്ചൺ.